വഴി ഇത് ടാറിട്ട റോഡ് തന്നെയാണ് കേട്ടോ, പക്ഷെ ചെറിയ റോഡാണ് എങ്കിലും കൂടി വലിയ ഫോർച്യൂണറിലും എല്ലാം വരാം. ഇതിലെ ലോറിയൊക്കെ പോകുന്ന വഴി തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കടക്കാൻ പോകുന്ന ഈ ഗേറ്റ് നോക്കൂ. ഇതാണ് സീഷൽ ഹാരിസ് ബീച്ച് ഹോമിന്റെ എൻട്രൻസ്. നോക്കിക്കോളൂ, നമുക്ക് ഇവിടുന്ന് കാണാം, കടൽ ഇവിടുന്ന് കാണാം കേട്ടോ. വണ്ടികൾ പാർക്ക് ചെയ്ത് നോക്കൂ, വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്നു. ഇവിടെ സിനിമ ഷൂട്ടൊക്കെ ഉണ്ടാവാറുണ്ട്. ഇവിടെ താമസിക്കാൻ വന്നവര് ഷട്ടിൽ കളിക്കുന്നു, കണ്ടില്ലേ, ഷട്ടിൽ കളിക്കുന്നു. പിന്നെ ആ പോകുന്നത് ഷൂട്ടിംഗ് ടീമാണ്. നമുക്കിവിടെ തൽക്കാലം വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം കേട്ടോ. അവിടെ മനോഹരമായ സ്ഥലമാണ്, കാണാനും ഒക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. വണ്ടിയുടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലത്ത് സൈഡിൽ കാണുന്നതും റിസോർട്ടാണ്, അവർ തന്നെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. നമുക്കിപ്പോൾ തൽക്കാലം ഇവിടേക്ക് ഇറങ്ങാം. ഞാൻ എടുത്തിരിക്കുന്ന റൂം ഇവിടെയാണ്. ഇത് ഭയങ്കര 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 വ്യൂ ആണ് കേട്ടോ. ഇവിടെ നിന്നൊക്കെ കടലാണ് ഈ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ഫാമിലിയായിട്ട് താമസിക്കുന്നത് ആ കാണുന്ന ഹോം സ്റ്റേയിലാണ് കേട്ടോ. ഇത് ഒരേ ടീം തന്നെ കേട്ടോ, സീഷലിൻ്റെ തന്നെ ഇതും. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ വന്ന വഴി ഇങ്ങോട്ട് ഇറങ്ങണം. പിന്നെ ഇതിലെ സ്റ്റെപ്പ് ഉണ്ട്, ഇതിലേക്ക് കയറി പോയി കഴിഞ്ഞാൽ അവിടെ മുകളിലും ഉണ്ട് കേട്ടോ. നമുക്കിതിലേ ഇറങ്ങാം. ഇവിടേക്ക് വന്നിട്ട് ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? നിങ്ങൾ ഫാമിലി ആയിട്ട് വരിക, ഒരു ടെമ്പോ ട്രാവലറോ മറ്റോ വിളിച്ചിട്ട് അതിനകത്ത് ഒന്നല്ല 2-3 ടെമ്പോ ട്രാവലറിൽ വന്നിട്ട് ഇതുണ്ട് ഇങ്ങനത്തെ വീട് പോലത്തെ ഒരു സംഭവം എടുക്കുക. ഇതിപ്പോൾ നമ്മൾ ഈ മെയിൻ ഡോർ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹാള് ഇതാളോട് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ടീമായിട്ട് വന്നവരാ. പിന്നെ ഇവിടെ ഒരു റൂമാണ്, സ്യൂട്ട് റൂമാണ്. എല്ലാവരും വ്ളോഗ് ചെയ്യുന്ന ആളുകളാണ്, പക്ഷെ ഞാൻ വ്ളോഗൊന്നും അല്ല ചെയ്യുന്നത് കേട്ടോ. ഏതായാലും ഒരു യാത്ര എടുത്ത് വയ്ക്കുന്നു, അത്രേ ഉള്ളൂ. വ്ളോഗൊക്കെ ആകുമ്പോൾ നമുക്ക് ഡെയിലി അപ്ലോഡ് ചെയ്യണം, അതുപോലെ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആഴ്ചയിൽ ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ട് യാത്ര ചെയ്യാൻ പറ്റില്ല. ഇതിങ്ങനെ വേറൊരു കാര്യത്തിന് അങ്ങനെ വന്നതാണ്. അപ്പോൾ സീഷൽ എന്ന് പറയുന്ന ഈ റിസോർട്ടിൽ നമ്മൾ താമസിക്കുന്നു. ഇതിപ്പോൾ ഞാൻ താമസിക്കുന്ന റൂം ഡബിളാണ്, വലിയ റൂമാണ് കേട്ടോ, വലിയ റൂമാണ്, AC ആണ്. നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ഒരു ബെഡൊക്കെ അവർ തരും. വേണമെങ്കിലല്ല, നമ്മൾ വരുമ്പോഴേ എക്സ്ട്രാ ബെഡൊക്കെ ഉണ്ട്. പിന്നെ എന്താണ്, വലിയ റൂമാണ്, നല്ല ബാത്റൂമാണ്. അപ്പോൾ ചെയ്യേണ്ടത് എന്താ അറിയാം, എല്ലാവരും ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് വരിക. ഫാമിലി എന്ന് പറയുമ്പോൾ ഒരു വീട്ടിലെ ഒരു 4-5 പേരല്ല പറയണത്. നിങ്ങൾ അത്യാവശ്യം ഒരു ഇപ്പോൾ എന്താ പറയുക, ഒരു വലിയ കൂട്ടുകുടുംബം വിത്ത് ഫാമിലി, ഓൾ ഫാമിലി ആയിട്ട് ഒരു ടെമ്പോ ട്രാവലർ, അതൊന്നും പോരാണ്ട് ചിലപ്പോൾ. ഞങ്ങളൊക്കെ ഫാമിലി ആയിട്ട് വരാൻ നിൽക്കുകയാണെങ്കിൽ എൻ്റെ ഭാര്യയുടെ വീട്ടിൽ നിന്ന് ഒരു 9 മക്കളാണ് എൻ്റെ ഭാര്യയുടെ ഉമ്മാത്ത. അപ്പോൾ അവരുടെ മക്കളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു 3 ടൂറിസ്റ്റ് ബസ് വലുത് വേണ്ടി. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ട് വരികയാണെങ്കിൽ ഇവിടെ നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഓരോ കോട്ടേജ് പോലെ തരും റൂം. ഇപ്പോൾ ഈ റൂം ഈ നമ്മളിങ്ങനെ കിടക്കുമ്പോൾ കണ്ടില്ലേ, ലെഫ്റ്റിലൊരു ഇതേപോലത്തെ റൂമാണ്. അപ്പോൾ ഒരു 4 പേർക്ക് അല്ലേ, 4 പേർക്ക് ഒരു റൂമിൽ താമസിക്കാം. അപ്പോൾ 8 പേര്. പിന്നെ ആ കയറി വരുന്നിടത്തൊരു 1-2 ബെഡ് ഇട്ടിട്ട് അവിടെയും കിടക്കാം. അപ്പോൾ ഒരു 10-15 പേർക്ക് ഈ ഒരു ഇതിൽ തന്നെ പോകും. ഇതേപോലെ തന്നെ അപ്പുറത്തും ഉണ്ട് കേട്ടോ, പിന്നെ ഇതിൻ്റെ മുകളിലുണ്ട്. അപ്പോൾ വലിയൊരു ഫാമിലി, ഒരു ടൂറിസ്റ്റ് ബസ് നിറയെ ആൾ വന്നാലും ഇവിടെ 1-2 ടൂറിസ്റ്റ് ബസ്സിൽ നിറയെ ആൾ വന്നാൽ താമസിക്കാൻ പറ്റും. പിന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ട്, പക്ഷേ ഫുഡൊക്കെ നേരത്തെ ഓർഡർ ചെയ്യണം. അപ്പോൾ അങ്ങനെ നല്ലൊരു സ്ഥലമാണിത്. എന്നിട്ട് രാവിലെ എഴുന്നേൽക്കുക ഒരു 5-6 മണിയാകുമ്പോൾ. എന്നിട്ട് എന്ത് ചെയ്യണം, നേരെ ബീച്ച്. അപ്പോൾ ഞാനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങി. എൻ്റെ പുറകിൽ കാണുന്നത് കേട്ടോ ബീച്ച്.
ഇപ്പോൾ സമയം 10:30 കഴിഞ്ഞു. പക്ഷെ ഇറങ്ങേണ്ടത് രാവിലെ 5 മണി 6 മണിയാകുമ്പോൾ ഇറങ്ങണം. എന്നിട്ട് നമ്മളിവിടെ വന്ന് ഈ കാറ്റും കൊണ്ട് ഇതല്ല ബീച്ച് കാണാം. എൻ്റെ പുറകിൽ ഒരാളിരിക്കുന്നുണ്ട്. എൻ്റെ പേര് പറഞ്ഞേ. മാധവ്. കണ്ടോ മാധവ്? ഇവിടെ എങ്ങനെയുണ്ട്? സ്ഥലം ഇഷ്ടപ്പെട്ടോ? അടിപൊളി അല്ലേ? എത്ര മണിക്ക് എഴുന്നേറ്റ് രാവിലെ? 8:30 അല്ലേ? 8:30 എഴുന്നേറ്റ്. എന്നിട്ട് നേരെ ഏതാ നോക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥലം? എങ്ങടാ നോക്കിക്ക്? എങ്ങടാ നോക്കണത്? ഇതാ ബീച്ചിലേക്ക് അല്ലേ? എങ്ങടാ നോക്കണേ? കണ്ടോ? എന്തിന് ഗോവയിൽ പോകണം അല്ലേ? ഇവിടെ വന്നിരുന്നാൽ പോരെ? കണ്ണൂർ സ്ഥലത്തിൻ്റെ പേരറിയോ? കടലായി. ഈ കടലായിൽ വന്നിരുന്നു കഴിഞ്ഞാൽ കണ്ട ഇതുപോലെ നല്ല പ്രകൃതി രമണീയമായ നല്ല ബീച്ച് ഇവിടെ ഉള്ളപ്പോൾ അല്ലേ എന്തിന് ഗോവയിലൊക്കെ പോകണം? ഇവിടെ വന്നിരുന്ന് ഒരാഴ്ചയൊക്കെ എൻജോയ് ചെയ്യുക. എല്ലാവരും കൂടി വരിക അല്ലേ? ഒരു വലിയ ബസ്സിൽ നിറയെ ആൾ വരണം അല്ലേ? നിറച്ച് ആൾ വന്നിട്ട് ഇപ്പോൾ അത് ഇവിടെ മുകളിലൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ടുണ്ട് ഒരുപാട് ആൾ മേലെ താമസിക്കുന്നുണ്ട്. ശരിക്കും വേണ്ടത് ഒരു ടൂറിസ്റ്റ് ബസ്സിൽ എല്ലാവരും കൂടിയിട്ട് പ്ലാൻ ചെയ്ത് വന്നിട്ട് ഇവിടെ താമസിക്കുക, എൻജോയ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇനി ഞാൻ അങ്ങോട്ട് പോവാം. അവിടെയാണ് ഒന്നുകൂടി മനോഹരമായ സ്ഥലം. ഞാൻ റിയർ ക്യാമറ എടുത്തേ. ഇതാ നമ്മൾ വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് നേരെ റൈറ്റിലേക്ക് വരുമ്പോഴാണ് ഈ ഭാഗം കാണുന്നത് കേട്ടോ. ഇവിടെ ഇവരുടെ ഓഫീസ്, കിച്ചൺ, മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. ഇവിടെയുണ്ട് റൂംസ്. ഇതാ മുകളിൽ കാണുന്നത് കേട്ടോ. മുകളിൽ ഒരുപാട് റൂംസ് ഉണ്ട്. മുകളിലൊക്കെ താമസിച്ചാൽ ഭയങ്കര കാറ്റാണ്. AC ഒന്നും ഇടണ്ട. ഇത് കണ്ട മുകളിലെ റൂമിൽ നമ്മുടെ ഒരു ഫ്രണ്ട് താമസിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഞാൻ ഇന്നലെ വെറുതെ ഒന്ന് കയറിയിരുന്നതാണ്. ആളെ AC ഓൺ ചെയ്തിട്ടേ ഇല്ല എന്ന് പറയണേ. ആളെ വിൻഡോ അങ്ങ് തുറന്നിട്ട് കഴിഞ്ഞാലേ ഇപ്പോൾ അതവരുടെ കിച്ചൺ. ഇതാണോ കിച്ചൺ? ഇവിടെ അല്ല അല്ലേ? ഇത് വർക്ക് ഏരിയ ആണ്. അവരുടെ കഴുകലും പിടിക്കലൊക്കെ ഇവിടെയാണ്. ഇവിടെ വെള്ളം ഫിൽട്ടർ ചെയ്ത വെള്ളം, നമുക്ക് കുടിവെള്ളം കണ്ടോ ഇവിടെ തന്നെ കിട്ടും. ഇതാണ് കിച്ചൺ. ഇത് കിച്ചൺ കണ്ടോ. പിന്നെ ഇത് ഇവരുടെ മെയിൻ റൂംസ് ഇവിടെയാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് താമസിച്ചത് ഈ റൂമിലാണ്, നമ്പർ 2. ഈ തെങ്ങമ്മ നിറയെ കൊലച്ച് നിൽക്കുന്നുണ്ട്. നോക്കിക്കോട്ടെ കണ്ടോ. നേരെ കാണുന്നത് സ്റ്റേജ്. അവിടെ പ്രോഗ്രാംസൊക്കെ ഉണ്ടാവാറുണ്ട്, ഫങ്ഷൻസ്, മറ്റേ കഥകളി, ഗസൽസ്, TV ഷോയ്ക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ ചില ഷൂട്ടൊക്കെ ഉണ്ടാവാറുണ്ട് പറഞ്ഞു. അപ്പം നമുക്കിപ്പം ഇവിടെ ഈ റൂംസിൽ എവിടെയെങ്കിലുമൊക്കെ താമസിക്കണമെങ്കിൽ കേട്ടോ നേരെ ഇറങ്ങി വന്നാൽ അവിടെ ഇത് തന്നെയാണ് വ്യൂ. ഇവിടെ ഒന്നും കൂടി അവിടത്തേക്കാളും കുറച്ച് ഭംഗി ഇവിടെയാണ് ഒരു ബോർഡൊക്കെ വെച്ചിരിക്കുന്നത് ചെറുത് കണ്ടോ. സീഷൽ ഹാരിസ് ബീച്ച് ഹോം. കടലായി കണ്ണൂർ സീഷൽ റിസോർട്ട്. നമ്മൾ റിസോർട്ടിൽ നിന്ന് റൂമിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി നേരെ നോക്കുന്നത് കണ്ടില്ലേ കടലിലേക്കാണ്. റെസ്റ്റോറൻ്റാണിത്. ഡിന്നറൊക്കെ കഴിക്കാം രാത്രി. എപ്പോഴും അങ്ങനെ ഫുഡൊന്നുമില്ലാന്ന് തോന്നുന്നു. പിന്നെ രാത്രിയിൽ ബൊഫെ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ പുറകിൽ കാണുന്നത് അല്ല സ്റ്റേജ്, കഥകളി ഒക്കെ നടക്കാറുണ്ടാണ്. ചെറിയ മയത്തിൽ പരിപാടി, കല്യാണത്തിൻ്റെ എൻഗേജ്മെൻറ്റ്, അങ്ങനെയുള്ള പരിപാടിയൊക്കെ നടക്കുകയാണ്.
ഭയങ്കര വ്യൂ ആണോ കേട്ടോ. മനോഹരമായ സ്ഥലമാണ്. റൂമിനും അതുപോലെ നല്ല പൈസ കൊടുക്കണം. ഒരു സ്യൂട്ട് റൂമൊക്കെ 5000-6000 ഒക്കെ കൊടുക്കുന്നുണ്ട്. സംഭവം കടലുള്ളിടത്തെല്ലാം ഇതുപോലെ റിസോർട്ടൊക്കെ ഉണ്ടാകും. പക്ഷേ ഇത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ താഴെ പാറയാണ്. നമ്മളവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പാറയല്ലല്ലോ, മണൽ പൂഴിയല്ലേ. ഇവിടെ എന്ന് പറഞ്ഞാൽ കണ്ടാ മൊത്തം പാറയാണ്. ക്രിസ്മസിനുണ്ടാക്കിയ പുൽക്കൂടൊന്നും പൊളിച്ചിട്ടില്ല ഇതുവരെ. ഇവിടെ ഉണ്ട് മനോഹരമായ വ്യൂ. അപ്പോൾ കണ്ണൂർ കടലായി എന്ന് പറയുന്ന സ്ഥലമാണിത്. ഇതിപ്പം ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്നിട്ട് റൂം എടുത്ത് ഒരു 4-5 ദിവസമൊക്കെ താമസിച്ച് എൻജോയ് ചെയ്ത് പോകാം. ഇനിയിപ്പോൾ സ്വന്തം ബാർബിക്യൂ അല്ലെങ്കിൽ കുക്കിംഗ് ഒക്കെ ആവശ്യമുള്ളവർക്ക് ചെയ്യാം. ഇത് ഇവിടെ ഒരു ഓഫീസുണ്ട് കണ്ടോ. അത് തന്നെ ഒരു മനോഹരമായ ഓഫീസാണ് കണ്ടോ. ശരിക്കൊരു പുൽക്കൂട് പോലത്തെ ഒരു ഓഫീസ്. എന്താണ് പേര്? റോഷൻ അല്ലേ? റോഷൻ ഇന്നലെ ആരോ പറഞ്ഞത് കേട്ടു. ഇത് നിങ്ങളെ സ്വന്തമാണോ? ഞാനൊരു ചെറിയൊരു ഇന്റർവ്യൂ പോലെ സംസാരിക്കാം നമുക്ക്. ഞാൻ എൻ്റെ ചാനലിലിടാനാണ്. അപ്പോൾ റോഷന്റെ ഫാദറാണ് ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഗൾഫിൽ ദുബായിലുണ്ടോ? ഇവിടെ മാത്രമേ ഉള്ളൂ. സീഷൽ എവിടേക്കോ കണ്ടതും കേട്ടതും പോലെ തോന്നുന്നു. നമ്മൾ ആക്ച്വലി ടെക്സ്റ്റൈൽ ബാക്ക്ഗ്രൗണ്ടിലെ ഫാമിലിയാണ്. അതിനോടൊപ്പം ഫാദറിന് ഒരു പാഷൻ ആയപ്പോൾ ഫാദർ ഒരു ഹോം സ്റ്റേ 13 years ബാക്ക് ഹോം സ്റ്റേ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പുറത്തെ സൈഡാണ് സെക്ഷൻ. ഞങ്ങളിപ്പോ താമസിക്കുന്നത്. അതെ അതെ. അവിടെ 6 റൂമായി. അതിനുശേഷം അവിടെ 6 റൂമുണ്ട്. താഴെ 4, മേലെ 2 അങ്ങനെയാണോ? അതെ അങ്ങനെയാണ്. നിങ്ങൾ നിൽക്കുന്ന നമ്മളൊരു ഹോം സ്റ്റേയിലാണ്. അത് ഹോം സ്റ്റേ. പിന്നെ മുകളിൽ അവിടെ ഞാൻ ചോദിക്കട്ടെ, അവിടെ നമ്മളിപ്പോ ഹോം സ്റ്റേയിൽ താമസിക്കുമ്പോൾ കുക്കിംഗ് ഒക്കെ അവിടെ തന്നെ ചെയ്യാനുള്ള നമുക്ക് അതിന്റെ ബാക്കിൽ ഒരു കിച്ചൺ ഉണ്ട്. നമ്മളിപ്പോ കറന്റ്ലി ഇപ്പൊ ഒരു മാസം ഓപ്പൺ ആയിട്ട് ഒരു മാസമായിട്ടില്ല. കോവിഡ് കൊണ്ട് ഇത്ര കാലം പൂട്ടി വെച്ചത് കൊണ്ട് കിച്ചണൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട്. പിന്നെ ഇത് വരുന്നത് നമ്മള് സർവീസ് വില്ലയാണ്. നമ്മളത് കഴിഞ്ഞപ്പോ നെക്സ്റ്റ് ഒരു ഇത് എടുത്തതാണ് സർവീസ് വില്ലായിട്ട്. അല്ല ആദ്യം നിൽക്കുന്നത് അവിടെ ഹോം സ്റ്റേ ആണ്. പിന്നെ നമ്മളൊരു ഫാമിലി പ്രോപ്പർട്ടി തന്നെ ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്ത്. ഞാൻ ഇന്നലെ എൻ്റെ ഒരു സുഹൃത്തിന് ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തു. ഞാനിങ്ങനെ സീഷെല്ലുള്ളുന്നുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു ദുബായിൽ അവർക്ക് ഒരുപാട് ഹോട്ടൽ ഇതുണ്ടല്ലോ. അത് സീഷൽ എന്ന് പറഞ്ഞിട്ട് ഒരു റിസോർട്ട് ബ്രാഞ്ച് ഉണ്ട് വേറെ തന്നെ. നമ്മള് ഹാരിസ് ബീച്ച് ഹോം സീഷൽ എന്നായിരുന്നു ആദ്യം ഇട്ടിട്ടുണ്ടായത്. പിന്നെ ഇത് ഹാരിസ് ബീച്ച് ഹോം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോ നിങ്ങൾ അല്ലേ? അതെ അതെ. പിന്നെ സീഷൽ എന്ന് പറഞ്ഞാൽ അത് ഫേമസ് ആയി. അതുകൊണ്ട് സീഷൽ ഹാരിസ് ബീച്ച് ഹോം എന്നുള്ളൊരു സിംഗിൾ ഇതാക്കി വെച്ചു. ഇവിടെ ഇപ്പൊ എങ്ങനെയാണ് നിങ്ങൾ ബുക്കിംഗ് ആണോ? ഡയറക്റ്റ് ബുക്കിംഗ് ആണ് കൂടുതൽ ഉണ്ടാവാറ്. ഫോറിനേഴ്സ് ആണ് ത്രൂ ഔട്ട് ദി ഇയർ ഉണ്ടാവുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ബർദാനിയ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു കാനഡയിൽ ഒരു യോഗ ഗ്രൂപ്പ് വരാറുണ്ട്. അവർ തന്നെ ചിത്രം വരച്ച് നമുക്ക് വേണ്ടി ചിത്രം വരച്ചിട്ട് അവർ തന്നെ എഴുതിയ റിവ്യൂ ആയിരുന്നു. എന്നുവെച്ചാൽ അവർ പറഞ്ഞു ആര് വരുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് എഴുതണം എന്ന് പറഞ്ഞിട്ട് എല്ലാ ഗസ്റ്റും എഴുതിയ ഒരു റിവ്യൂ ആയിരുന്നു. മാർക്ക് വെയിൻസ് ഫുഡ് ബ്ലോഗർ എഴുതിയതായിരുന്നു. ഇത് അമേരിക്കൻ ലീഡിംഗ് ഫുഡ് ബ്ലോഗർ ആണ്. ഡേവിഡ് ബീൻ ഉണ്ട്. അതെ, അങ്ങനെ കുറെ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഓൺലൈൻ ബുക്കിംഗ് ആണോ? ഓൺലൈൻ ബുക്കിംഗ് ആണ് ഉണ്ടാവുക. അത് ഡയറക്റ്റ് കോൾ വരും നമുക്ക്. മെയിൽ ത്രൂ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ ആണ് അധികം കോൾ വരാറ്. നമ്മളെ കുറെ ബ്ലോഗേഴ്സൊക്കെ ഉണ്ട്. ബ്ലോഗേഴ്സ് ഒക്കെ വന്ന് ശേഷം നല്ല ഇതായിരുന്നു. ആയുർവേദ യോഗ അതിനൊക്കെ വേണ്ടിട്ട് ഇവിടെ ഈ സ്റ്റേജില് പ്രോഗ്രാംസ് എന്തൊക്കെ ചെയ്യാറുണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതൊരു യോഗ ഹോളാണ്. നമ്മളിപ്പോ കറക്റ്റില് നടക്കാത്തതുകൊണ്ട് അത് ഫാമിലീസ് ഒക്കെ വരും, ഇന്ത്യൻസ് ഒക്കെ വരുന്നത് കൊണ്ട് നമ്മളതൊരു പാർട്ടി ഹോൾ എന്ന രീതിയിൽ നടത്തുന്നേ ഉള്ളൂ. മെയിനായിട്ട് അതൊരു യോഗ ഹോളാണ്. പിന്നെ ഡെസ്റ്റിനേഷൻ വെഡിങ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫോറിനേഴ്സിന്റെ കല്യാണമൊക്കെ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു.
ബോംബെ ബാംഗ്ലൂർ നിന്നൊക്കെ ഗസ്റ്റ് വരും. 3 ദിവസം ഇപ്പൊ കണ്ണൂരിലെ എയർപോർട്ട് വന്നതുകൊണ്ട് നല്ലൊരു ഇതാണ്. അപ്പൊ കഴിഞ്ഞൊരു 1.5 years ആയി. അതായത് ഇവിടെ ഫ്ലൈറ്റിൽ എല്ലാവരും വരും, ഫുൾ റൂം എടുക്കും, എല്ലാവരും ഇവിടെ താമസിക്കും. പിന്നെ നമുക്ക് തന്നെ തൊട്ടടുത്ത് ഫാം ഹൗസ് ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ ഒക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ആൾക്കാർ താമസിക്കും. ഫുൾ 3 ദിവസം കല്യാണം ഇവിടെ. എത്ര ആൾക്കുള്ള ഒരു ഫംഗ്ഷൻ നടത്താൻ പറ്റും ഇവിടെ മാക്സിമം? നമ്മള് അതായത് ഇവിടെ ഒരു നല്ല സ്പേസ് ഉണ്ട്. നമ്മൾ ഏകദേശം ഒരു 1 acre ഉണ്ട് കംപ്ലീറ്റ്ലി. മൊത്തം ഡെക്കറേറ്റ് ആണെങ്കിൽ 1000-800 വരെ കല്യാണമൊക്കെ നടത്താം. അല്ല ചെറിയ മിനി ആയിട്ടുള്ളതാണെങ്കിൽ സാധാ ലൈറ്റിംഗ്സ് ഒക്കെ ഇഷ്ടം ഒരു 1000-200 വരെ സുഖമായിട്ടാണ്. പിന്നെ അതിന്റെ ചാർജ് കാര്യങ്ങളൊക്കെ നിങ്ങൾ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് നമ്മളിവിടെ ഡയറക്റ്റ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ അതിനകത്തുണ്ട്. ഓക്കെ, താങ്ക് യു. ഇതിപ്പോൾ നമ്മൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ കേട്ടോ, ഇതാണ് വ്യൂ. അപ്പോൾ മിസ്റ്റർ റോഷൻ പറഞ്ഞത് കേട്ട് കാണുമല്ലോ. റോഷൻ പറഞ്ഞത് ഈ സ്റ്റേജ് ഇവിടെ ഫോറിനേഴ്സിന് വേണ്ടി ഫങ്ഷൻസൊക്കെ നടക്കാറുണ്ട്. അപ്പം ഇവിടെ ഇപ്പോൾ നിങ്ങൾ മൊത്തമായിട്ട് എടുത്തിട്ടൊരു വെഡ്ഡിങ് നടത്തണമെന്നുണ്ടെങ്കിൽ ഒരു 800 പേരെ വരെ ഫങ്ഷൻ നടത്താൻ പറ്റും ഇവിടെ. പിന്നെ ഈ പറഞ്ഞതുപോലെ ചെറിയൊരു ഒരു ടെമ്പോ ട്രാവലറിലൊക്കെ വന്ന് ഒരു 2-3 റൂമൊക്കെ എടുത്ത് താമസിച്ച് ഇവിടെ നിങ്ങൾക്ക് കണ്ട ഡിന്നറൊക്കെ ഇവിടെ ബൊഫേ പരിപാടിയുണ്ട്. പിന്നെ ലഞ്ച് വേണമെങ്കിൽ ലഞ്ചുണ്ട്, എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഒരു റിലാക്സേഷൻ അത്രേ ഉള്ളൂ. ഇപ്പോൾ ഗോവയിലൊന്നും പോകേണ്ട ആവശ്യമില്ല എന്ന് പറയണേ. ഗോവയിലൊക്കെ പോയിട്ട് നമ്മൾ ഒരുപാട് യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് പോകാം. പക്ഷെ ഇങ്ങനെയൊക്കെ വന്ന് ഒന്ന് റിലാക്സ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നോക്കുക. അപ്പോൾ കണ്ണൂരുണ്ട്, കൊച്ചിയിലുണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളിലുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ. ഗോവയിൽ ഇവിടെ ഇതാണ് കോവളം. പക്ഷെ കോവളമൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മൾ പോയി കണ്ട് ഇതായിട്ട് വന്നതാണ്. ഇതാ നമ്മുടെ ഷൂട്ടാണ് അവിടെ നടക്കുന്നത് കേട്ടോ. ദേ വരണേ ഒരു ഗ്യാങ് വരണേ കേട്ടോ. അതാ അത് ഷൂട്ട് നടക്കുന്നതാണ്. ഒരു ഷൂട്ട് കഴിഞ്ഞു വരുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് തോന്നിയത് ഇപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് പോലെയുള്ള സ്ഥലമുണ്ടല്ലോ, ഇത് റെസ്റ്റോറൻറ്റിൽ നിന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പോലെയുള്ള സ്ഥലം എന്ന് പറയുന്നത്. കാരണം ഇവിടെ അങ്ങനെ ഫുൾ ടൈം ഫുഡൊന്നും കിട്ടില്ല. നമ്മൾ ഓർഡർ ചെയ്താലും അവിടെ നിന്ന് കഴിക്കാത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നട്ടുച്ച നേരത്ത് ഇപ്പോൾ ഞങ്ങൾ ഇന്നലെ അനുഭവം ഉള്ളതുകൊണ്ട് പറയാണ്, ഞങ്ങളെല്ലാവരും ഇതിനകത്തായിരുന്നു ഇരുന്നിരുന്നത്. അപ്പം അതിൻ്റെ തലേ ദിവസം ഞങ്ങൾ ആ സ്പോട്ടിലായിരുന്നു കേട്ടോ. അതാ അവിടെ ആ ഷൂട്ട് നടക്കുന്നിടത്തായിരുന്നു. അവിടെയൊക്കെ നിൽക്കുമ്പോൾ ചൂട് എടുത്തിട്ട് മനുഷ്യരെ തല പൊളിഞ്ഞു പോവുകയാണ്. എന്നാൽ ഇന്നലെ ഉച്ചയ്ക്കൊക്കെ ഞങ്ങളിവിടെ ഇരിക്കുമ്പോൾ ഉണ്ടോ ഒരു ചൂടുമില്ല, ഒന്നുമില്ല. പ്രത്യേകിച്ച് ഇത് ഈ മരം മുകളിലുള്ളതാണ് കേട്ടോ, മരത്തിൻ്റെ തണലുണ്ട് ഇവിടെ കേട്ടോ. അപ്പോൾ ഇതിനകത്തിരിക്കുമ്പോൾ നട്ടുച്ച നേരത്താണെങ്കിലും ശരി നമുക്ക് നല്ല തണുത്ത കാറ്റ്. പിന്നെ ആ മുകളിൽ ഈ ബാൽക്കണി കാണുന്ന റൂം നമ്മുടെ കവി സോജൻ്റെ റൂമാണ്. നമ്മുടെ വേറൊരു കുട്ടിയാണ് ഈ വരുന്നത്. മോളെ കാർത്തു വാ, ഹായ് പറയും, ലൈവാ. ഇവിടെ നമ്മുടെ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. ഹായ് എന്താ പേര് പറ, പേര് ശരിയായ പേര് പറഞ്ഞ അഗന്യ. ഇങ്ങോട്ട് നോക്ക്, ഇതിലേക്ക് നോക്കിയിട്ട് ശരിക്കുള്ള പേരെന്താ? അഗ്നിയ. സ്പെല്ലിംഗ് അഗ്നിയ. കാർത്തുന്ന് വിളിക്കൂല്ലേ? വെരി ഗുഡ്. എട്ടുകെട്ട് എന്ന് പറയുന്ന ഒരു കൊച്ചു സിനിമയുടെ ഷൂട്ടിങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മുടെ പിള്ളേരാണ് അവിടെ നടന്നു വരുന്നത്. അവിടെ വെയിലായാലും ഞാൻ ആ വഴിക്ക് പോയിട്ടില്ല. ഇത് മറ്റൊരു വ്യൂ ആണ്. നമ്മളിപ്പോൾ ഈ കണ്ട റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ നിന്നൊരു സ്റ്റെപ്പ് ഉണ്ട് താഴേക്ക്, അതിലേ ഇറങ്ങി വരാം കേട്ടോ. അപ്പോൾ ഇറങ്ങി വരുന്നത് ഇതാണ് കേട്ടോ. കേട്ടോ മാധവ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഈ സ്റ്റെപ്പ് താഴേക്ക് വന്നാൽ നമ്മൾ നേരെ ഇറങ്ങി ബീച്ചിലേക്ക് ഇങ്ങനെ പാറക്കെട്ടുകൾക്കിടയിലേക്ക് പോകാം. അവിടെ പോയി കേട്ടോ ഇങ്ങനെ ഇറങ്ങിപ്പോയി വേണമെങ്കിൽ ഒന്ന് കുളിച്ച് കാലൊക്കെ നനച്ച് ഈ പാറയുള്ളതുകൊണ്ട് ചാടാനും പിടിക്കാനും നിൽക്കരുത്, കാലും കൈ കൊടിയും, അല്ലെങ്കിൽ നല്ല ഉരച്ചിൽ എവിടെയെങ്കിലും കിട്ടും. എന്തായാലും ബ്ലഡ് വരും അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ, എവിടെയെങ്കിലുമൊക്കെ ഉറഞ്ഞിട്ട് അല്ലേ. ഈ പാറയിൽ അല്ലെ ബീച്ചിലേക്ക് ഇറങ്ങിയാലേ, കടലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലേ എവിടെയെങ്കിലും ഒന്നും പൊട്ടാണ്ട് കയറില്ല.
ആ ഇത് നമ്മളിപ്പോൾ കണ്ട കാർത്തൂൻ്റെ അച്ഛൻ അരുൺ അല്ലേ? രാകേഷോ? ഭാഗേഷ്. ആ അപ്പോൾ നാഗേഷ് എന്ന് പറഞ്ഞ ഭാഗേഷ്. അതാണ് അവളുടെ പേരിനൊരു പ്രത്യേക പേര് അല്ലേ? അഗ്നിയ അമ്മയുടെ പേരാ. ആ അപ്പോൾ ഇവിടുന്ന് നമ്മളിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ കയറി വന്നിട്ട് ഇതാ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുണ്ടോ ഫ്രഷ് വാട്ടർ ഒരു കുളി കണ്ടോ. ഇവിടെ നിന്നിട്ടൊരു സ്വിമ്മിങ് പൂളിലൊക്കെ ഉള്ള പോലെ കാലും കൈയൊക്കെ കഴുകി വേണമെങ്കിൽ വന്ന് കുളിച്ച് ഇതിലേക്കടി അങ്ങ് കയറി പോയി റൂമിൽ പോയി ഡ്രസ്സ് മാറ്റാം. ഇപ്പോൾ അവിടെ സ്റ്റെപ്പ് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ കണ്ടോ ഇവിടെയുണ്ട് ഒരു ലെഫ്റ്റിലേക്ക് പോകാനൊരു ഡോറൊക്കെ കാണും. അത് തുറന്നാലും അപ്പുറത്തേക്ക് പോകാം. വേണമെങ്കിൽ ഇറങ്ങി അതിലേയും പോകാം. പക്ഷെ അത് കൈയും കാലും പൊട്ടുന്നതുകൊണ്ട് ചിലർ ഇതിലേ കൂടി അങ്ങ് പോകും. തുറന്നിട്ട് ഇതിലേ പോയിട്ട് അവിടെ അപ്പുറത്ത് ബീച്ച് സൈഡിൽ പോയിരിക്കാം. അതുപോലെ നമ്മൾ ഇപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങി വന്ന് റൈറ്റിലേക്ക് പോയാൽ ഇതുപോലെ കണ്ടല്ലേ ഒരു വഴിയാണ്. ആ വഴിയെ പോയി അതോ അവിടെ എത്തും. നേരത്തെ ഷൂട്ട് കണ്ട സ്ഥലം കണ്ടോ അവിടേക്ക് എത്തും. അവിടെ ഒരു റൈറ്റ് സൈഡിൽ കാണുന്നൊരു പുഴ, എന്നിട്ട് നടുക്ക് കാണുന്ന ആ മണൽ കണ്ടോ, ആ മണൽത്തിട്ട ഇന്നലെ കണ്ടിരുന്നു. അവിടെ പൊളിച്ചിട്ട് ബീച്ച് കടലിലേക്ക് ഇങ്ങനെ ആ വെള്ളം ഒഴുക്കി വിടുന്നു. അതാണ് ആ ഭാഗം കാണുന്നത്. ആ വെളുത്ത ഒരു ഭാഗം കാണുന്നുണ്ട് അതവിടെ ദേ കണ്ടോ. അത് വെള്ളം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ അവർ മീൻ പിടിക്കുന്നവർ വല കെട്ടും. അവിടെ വല കെട്ടിക്കഴിഞ്ഞാൽ ആ ലെഫ്റ്റിലേക്ക് പോണ വെള്ളത്തിലൂടെ പോകുന്ന മീനുകളെല്ലാം വലയിൽ കൊടുക്കും. അതിനു വേണ്ടിയൊക്കെയുള്ള പരിപാടിയാണ്. അതാ നിൽക്കുന്നത് നമ്മുടെ മാധവൻ തമ്പി. അപ്പോൾ അത് നമ്മൾ കണ്ട ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗമാണ് കണ്ടോ. ഞാൻ താഴേക്ക് ഇറങ്ങി വന്നത് ഇതിൽ. അവിടെ നടക്കുന്നത് 8 കെട്ടിൻ്റെ ഷൂട്ടാണ്. 8 കെട്ട് എന്ന് പറയുന്ന ഒരു കൊച്ചു സിനിമയാണ്. അതിൻ്റെ ഡയറക്ടർ വിവേക് എന്നാണ് പേര്. ആളെ വിക്കി എന്ന് വിളിക്കും. അദ്ദേഹത്തിൻ്റെ ഷൂട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹമാണ് ആ റെഡ് ടീഷർട്ട് ഇട്ടിട്ടൊരു ബർമോഡ ഇട്ടിട്ട് ആ മിഡിലിൽ നടന്നു പോകുന്നതാണ്. അതിൻ്റെ മുൻപിൽ നടന്നു പോകുന്നത് ആർട്ടിസ്റ്റുകളാണ്. പിന്നെ പുറകിൽ കാണുന്നവർ ക്യാമറ ടീംസ് ഇവിടെ ഉണ്ട്. കടൽപ്പാറ, കടലിലും പാറ. ഇത് അവിടെ കാണുന്നത് പാറയാണ്. ഈ വേറെ സംഭവം കൂടി ഞാൻ കാണിച്ചു തരാം. ചില ആളുകൾ പറയാറുണ്ട് ഒതളങ്ങ തിന്നു കഴിഞ്ഞാൽ മരിക്കും എന്നൊക്കെ. ഈ ഒതളങ്ങയാണ് ഈ കിടക്കുന്നത് കണ്ടോ. എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ലായിരുന്നില്ല. ഇന്നലെ ഇവിടെ ചിലർ പറയുകയുണ്ടായി ഇതാണ് ഒതളങ്ങ. ഇത് ശരിക്കും മാങ്ങ പോലെ കണ്ടില്ലേ. ഇത് അവിടെ തൂങ്ങിക്കിടന്നു. ശരിക്കും മാങ്ങ കണ്ടു കഴിഞ്ഞാൽ നല്ല അസലും മാങ്ങ. ഒരുപാടുണ്ട്. ഇതാ ഒരുപാട് ഇതുമേലെ ഒരുപാട് കാണുന്നത്. ഇത് അവിടെ കണ്ടോ ഒരുപാടുണ്ട്, നിറയെ ഉണ്ട്. ഇതാ മാങ്ങ പോലെ. ഇത് കണ്ട ആരെങ്കിലും പൊട്ടിച്ചുകൊണ്ട് തിന്നും. അവർ തിന്നാൻ മരിക്കുമെന്നും പറയുന്നുണ്ട് കേട്ടോ. ഒരുപാടുണ്ട്. ഇതാണപ്പോൾ ഈ ഒതളങ്ങയുടെ മരം എന്ന് ഇന്നലെ ഇവിടെ പറയുകയുണ്ടായി. എനിക്കറിയില്ല, അതുകൊണ്ട് തന്നെ തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. ഇനി അറിയാവുന്നവരുണ്ടെങ്കിൽ പറഞ്ഞു തരണം. ഇത് തന്നെയാണെങ്കിൽ ഇത് തന്നെയാണോ ഒതളങ്ങ എന്ന് കേട്ടോ. ഒതളങ്ങയുടെ മരം ഇത് തന്നെയാണോ എന്നുള്ളത് അറിയുന്നവർക്ക് കണ്ടാലറിയാലോ. ഇതാണ് ഈ ഒതളങ്ങ എന്ന് പറഞ്ഞിട്ട് എന്നെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇത് തന്നെയാണോ അല്ലയോ എന്നുള്ളത് കാണുന്നവർ പറയുക, കമൻറ്റ് ബോക്സിൽ എഴുതുക. ഇത് എന്ത് മരമാണെന്ന് എനിക്കൊരു പിടി കിട്ടിയിട്ടില്ല. തേക്കിൻ്റെ ഇല പോലെ തോന്നുന്നുണ്ട്, പക്ഷെ തേക്കിൻ്റെ ഇല ഇതിനേക്കാൾ വലുതല്ലേ. ഇത് ചെറിയ ഇലയാണ് കാണുന്നത് കേട്ടോ. തേക്കിൻ്റെ മരത്തിൽ കാണുന്ന ഇല ഇതിനേക്കാളും വലുതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ തേക്കാണോ അല്ലയോ എന്നുള്ളത് ഒരു പിടിയില്ല, അറിയുന്നവർ പറയുക. പിന്നെ അതുമല്ല, തേക്ക് ഇതുപോലെ ഇങ്ങനെ വളഞ്ഞൊന്നും പോകാറില്ലാന്ന് തോന്നുന്നു. സ്റ്റഡി ആയിട്ടല്ലേ നിൽക്കുള്ളൂ. ഇത് കണ്ടില്ലേ, ഇത് ഒതളങ്ങയുടെയാണ്. തേക്ക് ആണെന്ന് തോന്നുന്നത്. ഇനിയിപ്പോൾ എന്തെങ്കിലും ആവട്ടെ, തേക്ക് തന്നെ ആവണമെന്ന് തോന്നുന്നു. തേക്ക് തന്നെ ആവട്ടെ.
നാം ഇപ്പോൾ നടന്നു കയറിക്കൊണ്ടിരിക്കുന്നത് സീഷൽ റിസോർട്ടിലേക്കുള്ള പാതയിലൂടെയാണ്. കടലിൽ കുളി കഴിഞ്ഞ് ഇറങ്ങി വരുന്നവർ ശ്രദ്ധിക്കുക. കാൽ വഴുതി വീണാൽ കാലൊടിയും, രക്തം വരും, പലതുണ്ടാവും. വരുന്നവർ കടലിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്ന് കാലും കൈയും കഴുകുക. കേട്ടോ, വെള്ളത്തിലിറങ്ങി കുളിച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പുവെള്ളം പോകാനായിട്ട് ഒന്ന് കുളിച്ചോ ഇവിടെ നല്ല വെള്ളത്തിൽ കേട്ടോ. എന്നിട്ടിതാ കിതക്കണേ ഇവിടെ കൂടി കയറി വന്ന് സ്റ്റെപ്പ് കയറി വന്നാൽ നമ്മുടെ സീഷൽ റിസോർട്ട് കേട്ടോ.